ഏത് ടൈപ്പ് മെഷീൻ സെലക്ട് ചെയ്യാം. അതിനുശേഷം കൊട്ടേഷൻ വാങ്ങിക്കഴിഞ്ഞ് പിന്നെ DRP ഓഫീസറായിട്ട് മുഖേന നമുക്ക് എന്ത് ചെയ്യാം, വളരെ സിമ്പിളായിട്ട് ലോണെല്ലാം സബ്സിഡിയോട് കൂടി തന്നെ പാസ് ചെയ്താൽ. അതിൻ്റെ ഹെൽപ്പൊക്കെ നിങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്? ഓ തീർച്ചയായിട്ടും, വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള എല്ലാ നിർദ്ദേശവും കൊടുക്കാം. കോക്കനറ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ചെറിയൊരു മെഷീനും കൂടിയാണ് 1 HP. ഏകദേശം ഒരു 8 കിലോ 9 കിലോ വരെ കോക്കനറ്റ് ഒരു മണിക്കൂർ നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് വീട്ടമ്മമാർക്കൊക്കെ ചെറിയൊരു ബിസിനസ്സായിട്ട് തുടങ്ങണമെങ്കിലോ അല്ലെങ്കിൽ സ്വന്തം ആവശ്യത്തിന് തന്നെ വീട്ടിൽ വാങ്ങിക്കാനൊക്കെ ആണെങ്കിലും പറ്റിയൊരു നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു മെഷീൻ തന്നെ. നമുക്ക് കയ്യിലെടുത്താൽ അറിയാം, ഒട്ടും ഓയിൽ കണ്ടന്റ് ബാക്കി ഉണ്ടാവില്ല. ഫുള്ളായിട്ട് ഇങ്ങനെ കൈ കൊണ്ട് പൊടിച്ച് കഴിഞ്ഞാൽ ഇത് പ്രൈസും കുറവാണ്. 25,000 രൂപേൻ്റെ ഉണ്ട് 700 വാട്ട്സിൻ്റെ, അതുപോലെ തന്നെ 15,000 രൂപേൻ്റെ ഉണ്ട് 400 വാട്ട്സിൻ്റെ. പൊടി പോലത്തെ സാധനങ്ങളെല്ലാം ഇട്ട് ഉണക്കാൻ പറ്റിയ തരത്തിലുള്ള നൈസായിട്ടുള്ള നെറ്റ് വരുന്ന ഹോള്. കർഷകരൊക്കെ ആണെങ്കിൽ അവർക്ക് വേണ്ട അവരെ ഉൽപ്പന്നങ്ങളെല്ലാം ഉണക്കിയെടുക്കാൻ പറ്റിയ ഒരു കുഞ്ഞൻ ഡ്രയറാണ്. ഞങ്ങളുടെ മെഷീൻസ് എല്ലാം ഞങ്ങൾ ഇവിടെ തന്നെ നിർമ്മിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ മെഷീൻസും ഏറ്റവും ബെസ്റ്റ് പ്രൈസിലും, അതുപോലെ തന്നെ എന്ത് കംപ്ലയിൻറ്റ് എന്ത് സർവീസ് ആവശ്യമുണ്ടെങ്കിലും കൃത്യമായിട്ട് അതിൻ്റെ സ്പെയർ കാര്യങ്ങളെല്ലാം നമുക്ക് സപ്ലൈ ചെയ്യാനും കറക്റ്റായിട്ടുള്ള സർവീസ് തരാനും പറ്റും. ചെറിയൊരു മുതൽ മുടക്കോട് കൂടി ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും നമ്മളെല്ലാവരും. ഇപ്പോൾ സ്ത്രീകളായിരുന്നാലും സാധാരണക്കാരായിരുന്നാലും കുടുംബശ്രീ പോലുള്ള യൂണിറ്റുകൾ ഇവർക്കെല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടും. കൂടാതെ ഈ ബിസിനസ് ചെയ്യാൻ പൂർണ്ണമായിട്ടും ലോണും ലഭിക്കുന്നു, അതും സബ്സിഡിയോടുകൂടി. അപ്പോൾ ഇങ്ങനെ ഒരു സംരംഭം ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു സ്ഥാപനത്തിലാണ് നമ്മളിന്നുള്ളത് കോഴിക്കോടുള്ള മെക്മാർട്ടിലാണ്. ഇതിൻ്റെ ഓണറാണ്. ഒന്ന് പരിചയപ്പെടുത്താവോ? ഹർഷാദ്. ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ മെഷീൻസിനെ കുറിച്ച് എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ? നമ്മുടെ അടുത്ത് പിന്നെ ചെറിയ രീതിയിൽ ഒരു ഓയിൽ മില്ല് അല്ലെങ്കിൽ ഒരു ഫ്ലോർ മില്ല് അതെല്ലാം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ചെറിയ മുതൽ മുടക്കിൽ വളരെ നല്ല മെഷീൻസാണ് നമ്മുടെ അടുത്തുള്ളത്. അത് പിന്നെ യൂസർ ഫ്രണ്ട്ലി ആണ്. സ്ത്രീകൾക്കാണെങ്കിലും വളരെ സിമ്പിളായിട്ട് ഓപ്പറേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നല്ല ഔട്ട്പുട്ട് കിട്ടുന്ന തരത്തിലുള്ള മെഷീൻസ് ഇതാണ് നമ്മളിവിടെ സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഡെലിവറി ഒക്കെ ഉണ്ടാവും? അങ്ങനെ നമ്മൾ എത്തിച്ചു കൊടുക്കുമോ? എങ്ങനെയാണത് കാര്യങ്ങളൊക്കെ? ഇതുപോലുള്ള ഒരു യൂണിറ്റ്, ഒരു ബിസിനസ് യൂണിറ്റിനുള്ള മെഷീൻസ് ആയതുകൊണ്ട് നമ്മൾ കസ്റ്റമറോട് എപ്പോഴും പറയുന്നത്, നിങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന എന്ത് ബിസിനസ്സാണോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മെഷീൻസ് നമ്മളെ കയ്യിലുള്ള മെഷീൻസ് ആണെങ്കിൽ എന്ത് ചെയ്യുക, ഞങ്ങളെ കമ്പനി ഡയറക്റ്റ് വന്നിട്ട് അവർക്ക് വേണ്ട കപ്പാസിറ്റി. ഇപ്പോൾ ഓയിൽ പ്രസ് മെഷീൻ ആണെങ്കിൽ 3 HP മുതൽ, കൊമേഴ്ഷ്യൽ ടൈപ്പ് ആണെങ്കിൽ മിനിമം 3 HP മുതൽ ഒരു 30 HP വരെയുള്ള പല ടൈപ്പ് മെഷീൻസ് ഉണ്ട് നമ്മുടെ അടുത്ത്. അപ്പോൾ അവർക്ക് സ്റ്റാർട്ടിങ് വളരെ ചെറിയ രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചെങ്കിൽ അതിന് പറ്റിയ മെഷീൻ ഉണ്ട്. കുറച്ചും കൂടി വലിയ രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചെങ്കിൽ അതിന് പറ്റിയ മെഷീൻ ഉണ്ട്. അപ്പോൾ അവർ എപ്പോഴും എന്ത് ചെയ്യുക, ഡയറക്റ്റ് വന്ന് മെഷീനെല്ലാം കണ്ടതിന് ശേഷം എന്ത് ചെയ്യാം, ഇപ്പം ഗവൺമെൻറ്റിൻ്റെ പല സ്കീമുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് മുഖേനയാണ് ഒട്ടുമിക്ക ആൾക്കാരും എടുക്കുന്നത്. സബ്സിഡിയോട് കൂടിയ ലോൺ കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. ഓക്കെ. അപ്പോൾ അതിൻ്റെ കൊട്ടേഷൻ കാര്യങ്ങളും പേപ്പർ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യും, നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കും. അതെല്ലാം ഡയറക്റ്റ് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാം, അവർക്ക് നോക്കിയെടുത്തിട്ട് ചെയ്യാവുന്നതാണ്. ഈ ലോണിൽ നല്ല സബ്സിഡി എത്ര ശതമാനം സബ്സിഡി വരുന്നുണ്ട്? ലോണിൽ 90% ലോൺ എമൗണ്ട് കിട്ടുക. നമ്മൾ വാങ്ങുന്ന മെഷീൻ്റെ 90% ലോണ്, അതുപോലെ തന്നെ 35% വരെയാണ് സബ്സിഡി കിട്ടുന്നത്. പിന്നെ ഇൻട്രസ്റ്റിന് വേറെയും സബ്സിഡി വരും. ഇൻട്രസ്റ്റിനും സബ്സിഡി ഉണ്ട്. അപ്പോൾ ഒരു മെഷീൻ മേടിക്കാൻ വരുന്ന അവർക്ക് എന്താണ്, ഏത് രീതിയിലാണോ ചെയ്യേണ്ടത് ആ രീതിക്ക് അനുസരിച്ചുള്ള മെഷീൻ ഇവിടെ വന്ന് നോക്കി സെലക്ട് ചെയ്ത് എടുക്കാൻ പറ്റും. അതെ പറ്റും. ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ സ്ഥാപനം കറക്റ്റ് വരുന്ന ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കാം. ഇത് വരുന്നത് കോഴിക്കോട് ജില്ലയിൽ ഓമശ്ശേരിക്കടുത്ത് പുത്തൂര് എന്ന സ്ഥലത്താണ് വരുന്നത്. കോഴിക്കോട് ജില്ലയിലെ ഓമശ്ശേരി പുത്തൂര്. ഓക്കെ. നമ്മൾ സ്റ്റാർട്ടിംഗ് പ്രൈസ് എത്ര? ഒരു ഓയിൽ യൂണിറ്റ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ ഏറ്റവും ചെറിയ കൊമേഴ്ഷ്യൽ ടൈപ്പ് മെഷീൻ വരുന്നത് 3 HP ഓയിൽ പ്രസ് മെഷീനാണ്. 3 HP വരുന്നത്. ഇതിൽ ഏകദേശം 23 to 30 കിലോ വരെ കൊപ്ര ആണെങ്കിൽ ഇവിടെ കേരളത്തിൽ കൂടുതലും കൊപ്ര പർപ്പസിനാണ് കൊണ്ടുവന്നത്. 23 to 30 കിലോ വരെ നമുക്ക് കൊപ്ര ഇതിൽ ഓയിൽ എടുക്കാൻ പറ്റും ഒരു മണിക്കൂറിൽ. ആവറേജ് ഏകദേശം 25, 26, 27 കിലോ വരെ ഒരു മണിക്കൂറിൽ ആവറേജ് നമുക്ക് എടുക്കാൻ പറ്റിയ മെഷീനാണ്. ഇതിൽ ഓയിൽ പെർസെൻറ്റേജ് പറഞ്ഞാൽ നമുക്ക് ഒരു 63 മുതൽ 68% വരെ, അതായത് കൊപ്രൻ്റെ ക്വാളിറ്റി പോലെ മാക്സിമം ഓയിൽ എടുക്കാൻ പറ്റിയ തരത്തിലുള്ള മെഷീനാണ്. ഇതിലിപ്പോൾ കൊപ്ര, അതായത് നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ട് പലതവണ കൊപ്ര ഇടണം. ഇതിൽ ഒറ്റ സിംഗിൾ പ്രസ്സാണ്. ഒരു തവണ പ്രാവശ്യം ഇട്ടാൽ മതി. ഫുൾ ഓയിൽ എടുത്തിട്ടാണ് അതിൻ്റെ പുറത്തേക്ക് അതിൻ്റെ വേസ്റ്റ് വരുന്നത്. അങ്ങനെയാണല്ലേ? അതെ. പിന്നെ ഇതിൽ ഓയിൽ കൊപ്ര കൂടാതെ നമുക്ക് എള്ള് ചെയ്യാം, കടല ചെയ്യാം, കടുക്, അങ്ങനത്തെ ബദാം, ഇതുപോലെ ഏത് ഓയിൽ സിസ്റ്റം ആണെങ്കിലും എല്ലാം ചെയ്യാം. ഇത് ഏത് പർപ്പസിലുള്ള ആൾക്കാരാണ് ഈ മെഷീൻ? ഇതൊരു എൻട്രി ലെവൽ മെഷീനാണ്.
കൂടുതലായിട്ടും പുതിയതായിട്ട് ഒരു ഓയിൽ യൂണിറ്റ് തുടങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ചുരുങ്ങിയ മുതൽ മുടക്കിൽ ചെയ്യാൻ പറ്റിയൊരു മെഷീനാണ്. ഒരു ഓയിൽ യൂണിറ്റ് തുടങ്ങാൻ 3 മെഷീനാണ് വേണ്ടത്. ഒന്ന് ഓയിൽ പ്രസ് മെഷീൻ, അതുപോലെ തന്നെ ഒരു കൊപ്ര കട്ടർ, അതുപോലെ തന്നെ ഇലക്ട്രിക് ഡ്രയർ. ഈ 3 മെഷീൻ ഉണ്ടെങ്കിൽ ഒരു ഓയിൽ യൂണിറ്റ് ആയിട്ട് സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇതുപോലത്തെ ചെറിയൊരു 100 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ഏരിയ ഉണ്ടെങ്കിൽ ഈ മെഷീൻ വെക്കാൻ അത്രയും ചെറിയ സ്ഥലവും മതി. അപ്പോൾ അതെല്ലാം കൂടി ചെയ്യുമ്പം ഏകദേശം 2,68,000 രൂപ നമുക്ക് മെഷീനറീസിൻ്റെ കോസ്റ്റ് വരും. 2,68,000. അതായത് 250 നാളികേരത്തിൻ്റെ ഒരു ഇലക്ട്രിക് ഡ്രയർ, അതുപോലെ തന്നെ ഹെവി ഡ്യൂട്ടി കൊപ്ര കട്ടർ, അതുപോലെ തന്നെ 3 HP ഓയിൽ പ്രസ് മെഷീൻ. ഈ 3 മെഷീനും കൂടിയും ടാക്സ് എല്ലാം ഉൾപ്പെടെ 2,68 വരുന്നുള്ളൂ. ഇതിന് 90% ലോണും അതുപോലെ തന്നെ സബ്സിഡിയും അവൈലബിൾ. ഇൻട്രസ്റ്റിനും ഓയിൽ യൂണിറ്റ് ആകുമ്പോൾ ഇൻട്രസ്റ്റിനും സബ്സിഡി ഉണ്ട്. ഈ 3 മെഷീനും നമുക്ക് ഇവിടെ തന്നെ അവൈലബിൾ ആണ്. എല്ലാ മെഷീനും ഇവിടെ അവൈലബിൾ ആണ്. ഞങ്ങൾ ഓൺ മാനുഫാക്ചറിങ് മെഷീനാണ്. അതുപോലെ തന്നെ എല്ലാ മെഷീനും നമ്മൾ കോക്കനറ്റിന് വേണ്ടി, കോക്കനറ്റ് കുറച്ച് ഹാർഡായിട്ടുള്ള മെറ്റീരിയലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് എല്ലാ മെറ്റീരിയലും ഇതിൻ്റെ സ്പെയറുകളെല്ലാം കുറച്ച് നല്ല രീതിയിൽ ഹെവി ഡ്യൂട്ടി എടുക്കാൻ പറ്റിയ തരത്തിലാണ് ഇതിൻ്റെ എല്ലാ പാർട്സുകൾ നമ്മൾ നിർമ്മിച്ചത്. അപ്പോൾ ഇതിനൊക്കെ വരുന്ന വാറണ്ടി എങ്ങനെയാണ്? 1 വർഷമാണ് നമുക്ക് എല്ലാ മെഷീൻസും വാറണ്ടി വരുന്നത്. 1 വർഷം. അതുപോലെ തന്നെ നമ്മളെ സേവനം, അവർ എത്ര കാലം ഞങ്ങളെ മെഷീൻ ഉപയോഗിക്കുന്നു അത്രയും കാലം ഞങ്ങളെ സേവനം, ഞങ്ങളെ സ്പെയറും അവർക്ക് അവൈലബിൾ ആയിരിക്കും. ഞങ്ങൾ ഇവിടെ തന്നെ മാനുഫാക്ചറിങ് മെഷീനായിട്ട് ഇതിൻ്റെ എല്ലാ സ്പെയറും നമ്മുടെ സർവീസും പക്ക നമ്മുടെ അടുത്ത് ഇവിടെ ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ കിട്ടും. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ചാലക്കുടിയും ഒരു ഷോറൂം ഉണ്ട്. ചാലക്കുടി ഉണ്ട്. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാം, മെഷീനറീസ് എല്ലാം കാണാം, കൊട്ടേഷൻ എടുക്കാം. അതുപോലെ തന്നെ സ്പെയറോ സർവീസോ ആവശ്യമുണ്ടെങ്കിൽ അവിടെ നിന്നും അവൈലബിൾ ആണ്. 1 വർഷത്തെ വാറണ്ടി കൂടാതെ ആഫ്റ്റർ സർവീസും നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും. ഇതിപ്പോൾ ഒരു മീഡിയം പർപ്പസ് അല്ലേ? ഇതിന് ചെറിയ മെഷീൻ ഉണ്ടോ? കുഞ്ഞു മെഷീൻ? ഇതിന്റെ ചെറിയ ഉണ്ട്, വീട്ടമ്മമാർക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റിയ ചെറിയ മെഷീൻസ് ഉണ്ട്. കൊപ്രക്ക് പറ്റിയ 1 HP മെഷീൻ ഉണ്ട്. അതുപോലെ തന്നെ കൊപ്ര അല്ലാതെ എള്ള്, കടുക് ഇതുപോലത്തെ സീഡ്സ് ആണെങ്കിൽ അതിൻ്റെയും ചെറിയ 1/2 HP വരുന്ന 400 വാട്ട്സ് 700 വാട്ട്സിലൊക്കെ വരുന്ന ചെറിയ മെഷീൻസ് നമ്മുടെ വീട്ടിൽ തന്നെ ഉപയോഗിക്കാവുന്ന, വീട്ടിൽ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റിയ മെഷീൻസ് ഉണ്ട്. നമുക്ക് ഇതിന്റെ ഒന്ന് വർക്കിംഗ് കാണിച്ചു കൊടുക്കാം. ഇതിന്റെ വർക്കിംഗ് ഇതൊരു മിനി കൊമേഴ്ഷ്യൽ പർപ്പസ് ആണ്. അതായത് ഒരു എൻട്രി ലെവൽ ബിസിനസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നവർക്കുള്ള. അതെ. ഡ്രയറിൽ ഉണക്കിയതിന് ശേഷം കൊപ്ര കട്ടറിൽ കട്ട് ചെയ്ത് വെച്ച കൊപ്രയാണ്. ഇതാണ് ഇപ്പോൾ നമ്മൾ ഓയിൽ എടുക്കാൻ പോകുന്നത്. നമ്മൾ തന്നെ ഡ്രയറിൽ ഉണക്കിയെടുത്താണ്. ഡ്രയറിൽ 30 മണിക്കൂർ ഉണക്കിയതിന് ശേഷം നമ്മൾ എന്തിട്ട് കൊപ്ര കട്ടറിൽ കട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഓയിൽ എടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് മെഷീൻ്റെ മെയിൻ ഓൺ ചെയ്യുക. അതുപോലെ തന്നെ ഹീറ്റർ ഓൺ ചെയ്യുക. ഹീറ്റ് സെറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ മോട്ടർ ഓൺ ആക്കി തുടങ്ങാം. ഹീറ്റ് എത്രയാണ് വരേണ്ടത്? നമുക്ക് കൊപ്ര ചെയ്യുമ്പോൾ 100 ഡിഗ്രി. എത്ര സമയം എടുക്കും 100 വരാൻ? അതൊരു 1 മിനിറ്റിന്റെ ഉള്ളിലായിട്ട് തന്നെ വരും. 1/2 മിനിറ്റ് അത് സമയത്ത് വരും. അപ്പോൾ നമുക്ക് അടുത്ത മോട്ടർ ഓൺ ചെയ്യാം. മോട്ടർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൊപ്ര ഡയറക്റ്റ് ഉടനെ വരും. പിന്നെ എണ്ണയ്ക്ക് വളരെ ചൂടും കുറവായിരിക്കും. നമ്മൾ ഹീറ്ററൊക്കെ എല്ലാം വെച്ചിട്ടുണ്ടെങ്കിലും എണ്ണ കൈ വെച്ച് നോക്കിയാൽ അറിയാം, വളരെ ചൂട് കുറവാണ്. ഇത്രയും പെട്ടെന്നല്ലേ, ഇത്രയും ക്വാണ്ടിറ്റിയിലല്ലേ? അതെ. മറ്റു മെഷീനിലൊക്കെ ആകുമ്പോഴത്തേക്ക് ചൂട് കൂടുതലുണ്ടാകും, കുറച്ചുകൂടി കൂടുതലായിരിക്കും. ഇതിൽ നമുക്ക് ഓട്ടോമാറ്റിക് ഹീറ്റ് കൺട്രോൾഡ് എക്സ്പെല്ലർ എന്നാണ് ഇതിന് പറയാം. ചൂട് വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ 1/2 കിലോ കൊപ്ര ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഓയിൽ എടുക്കാം. 1/2 കിലോ ഇട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് കൊപ്രയിൽ പൊതുവെ ഒരു 63-68% ഓയിൽ കണ്ടന്റ് വരുന്നത്. കൊപ്രയുടെ ക്വാളിറ്റി പോലെയാണ്. 63, 65, 68 വരെയാണ് നോർമൽ രീതിയിൽ നമുക്ക് ഓയിൽ പെർസെൻറ്റേജ് കിട്ടുന്നത്. അതായത് നമുക്ക് ഇതിൻ്റെ പിണ്ണാക്ക് എടുത്ത് നോക്കിയാൽ അറിയാം, ഇതിന് വേസ്റ്റ് ഇതിലൊട്ടും ഓയിൽ കണ്ടന്റ് ബാക്കി ഉണ്ടാവില്ല. നമ്മളെന്ത് ചെയ്യാം, ഓയിൽ കണ്ടന്റ് മാക്സിമം എടുത്തതിന് ശേഷമാണ് ഇത് പുറത്തേക്ക് വരുന്നത്. ഇതിങ്ങനെ പൗഡർ ആക്കി കഴിഞ്ഞാൽ പൗഡറാണ് തരത്തിലായിരിക്കും. അതായത് പൊടിഞ്ഞു പോകും. അതെ, അത്ര ഫുള്ളായിട്ട് ഇതിൽ ഒട്ടും ഇനി ഓയിൽ കണ്ടന്റ് ബാക്കി ഉണ്ടാവില്ല. അത് ഫുള്ളായിട്ട് എടുത്തിട്ടാണ് പുറത്ത് വരുന്നത്. നമുക്ക് ഈ 3 HP എക്സ്പെല്ലറിൽ നമുക്കൊരു 50 കിലോ കൊപ്ര ആട്ടണമെങ്കിൽ നമുക്കൊരു 2 മണിക്കൂറിൻ്റെ ഉള്ളിലുള്ള സമയം ആവശ്യമുള്ളൂ. ഏകദേശം പിന്നെ ഇതിൻ്റെ ഒരു ഇലക്ട്രിസിറ്റി കൺസപ്ഷൻ ആണ് 50 കിലോ ആട്ടണമെങ്കിൽ നമുക്കൊരു 40 രൂപൻ്റെ ഇലക്ട്രിസിറ്റി കൺസപ്ഷനേ വരുന്നുള്ളൂ ഇത്. പിന്നെ ഈ മെഷീൻ നമുക്ക് സിംഗിൾ ഫേസിലും 3 ഫേസിലും അവൈലബിൾ ആണ്. 3 ഫേസ് മെഷീൻ എടുക്കുകയാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഇലക്ട്രിസിറ്റി കൺസപ്ഷന് കുറച്ചുകൂടി കുറയുകയും ചെയ്യും. പിന്നെ നമുക്ക് കുറച്ചുകൂടി കൊമേഴ്ഷ്യലായിട്ട് ഉപയോഗിക്കാനെല്ലാം ലൈഫും കാര്യങ്ങളെല്ലാം മോട്ടറിന് ബെറ്റർ ആയിരിക്കും 3 ഫേസ് എടുക്കാൻ. രണ്ടും അവൈലബിൾ ആണ്. ഒരേ പ്രൈസ് തന്നെയാണ് രണ്ടും വരുന്നത്. സിംഗിൾ ഫേസും 3 ഫേസും നമ്മൾ ഒരേ പ്രൈസ് തന്നെ കൊടുക്കുന്നത്. ഇത് സിംഗിൾ ഫേസ് മെഷീനാണ്. 3 ഫേസ് ആണെങ്കിലും സെയിം സിസ്റ്റം എല്ലാം സെയിം തന്നെ. ഇതിൻ്റെ ഉള്ളിൽ വരുന്ന മോട്ടറിൽ മാത്രമാണ് ഡിഫറൻസ് വരുന്നത്. പിന്നെ പാനലിലും ചെറിയ ഡിഫറൻസ് വരും. പ്രൈസ് സെയിം പ്രൈസ് തന്നെ വരുന്നത്.
നമ്മൾ മോട്ടർ ഉപയോഗിക്കുന്നത് ബ്രാൻഡഡ് മോട്ടർ മാത്രമാണ്, ഒന്നെങ്കിൽ ക്രോംപ്ടൺ അല്ലെ ഹാവൽസ്. നമ്മളിപ്പോ ഇട്ടത് എത്ര കിലോ? ഇപ്പൊ നമ്മൾ ഏകദേശം 4 കിലോ ആ റേഞ്ചിൽ ഇട്ടത്. 4 കിലോ ഇട്ടപ്പോൾ തന്നെ നമ്മളിപ്പോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഒരു 2 മിനിറ്റ് കൊണ്ട് തീർന്നല്ലേ? അത് വളരെ ഫാസ്റ്റ് ആയിട്ട് തീർന്നുണ്ട്. ഇത്രയും പെട്ടെന്ന് തന്നെ അല്ലേ? ചെയ്യാം. ഓയിൽ നമുക്ക് ഇതിൽ കാണാം. ഇത്ര ഫാസ്റ്റ് ആയിട്ട് തീർന്നിരിക്കുകയാണ് കേട്ടോ. ഇത് നമുക്ക് നാളത്തേക്ക് എന്ത് ചെയ്യും, നല്ല ക്ലിയർ ഓയിലായിട്ട് മാറും. ഇതുപോലത്തെ നല്ല ക്ലിയർ ഓയിലായിട്ട് മാറും. നമുക്ക് അതെ അതെ, എണ്ണൻ്റെ ക്ലിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലായിട്ട് ഉണക്കം വരുമ്പോൾ കൊപ്പറിൻ്റെ ക്വാളിറ്റി പോലെ ഉണ്ടാവും എണ്ണൻ്റെ കളർ. നമ്മൾ നല്ല രീതിയിൽ കറക്റ്റായിട്ട് ഇലക്ട്രിക് ഡ്രയറിൽ വെച്ച് ഉണക്കുകയാണെങ്കിൽ ഇതിൽ വേസ്റ്റോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ഫിൽറ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് റെസ്റ്റ് കൊടുത്താൽ തന്നെ എന്ത് ചെയ്യും, നല്ല പ്യൂർ ഓയിലായിട്ട് മാറി. ഇതാണ് നമ്മുടെ ഡൊമസ്റ്റിക് പർപ്പസിൽ വരുന്ന മെഷീൻസ്. ഇത് നമുക്ക് വരുന്നത് 1 HP ഓയിൽ പ്രസ് മെഷീനാണ്. ഇതിൽ നമുക്ക് കോക്കനറ്റ് അതുപോലെ തന്നെ എല്ലാ സീഡ്സും ചെയ്യാൻ പറ്റിയ മെഷീൻസ് തന്നെയാണ്. കോക്കനറ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ചെറിയൊരു മെഷീനും കൂടിയാണ് 1 HP. ഏകദേശം ഒരു 8 കിലോ 9 കിലോ വരെ കോക്കനറ്റ് ഒരു മണിക്കൂർ നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് വീട്ടമ്മമാർക്കൊക്കെ ചെറിയൊരു ബിസിനസ് ആയിട്ട് തുടങ്ങണമെങ്കിലോ അല്ലെ സ്വന്തം ആവശ്യത്തിന് തന്നെ വീട്ടിൽ വാങ്ങിയേക്കാനൊക്കെ ആണെങ്കിലും പറ്റിയൊരു നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു മെഷീൻ തന്നെ, നല്ല ഹെവി ആയിട്ടുള്ള. പിന്നെ ഇതിൻ്റെ ലേറ്റ് ആയിട്ടുള്ള പല മെഷീൻസ് ഉണ്ട്. ഇത് പ്രൈസും കുറവാണ്. 25,000 രൂപേൻ്റെ ഉണ്ട് 700 വാട്ട്സിൻ്റെ. അതുപോലെ തന്നെ 15,000 രൂപേൻ്റെ ഉണ്ട് 400 വാട്ട്സിൻ്റെ. ഇതെല്ലാം ഇത് പിന്നെ കോക്കനറ്റിന് പൊതുവേ അങ്ങനെ യൂസ് ചെയ്യില്ല. ഇത് എള്ള്, കടുക് അതുപോലത്തെ ചെറിയ സീഡ്സിനൊക്കെ ഉപയോഗിക്കുന്നതാണ്. കോക്കനറ്റിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു മെഷീൻ, ചെറിയ മെഷീൻ ഇതാണ് വരുന്നത്. ഇപ്പോൾ ഒരു വീട്ടിൽ വെച്ചിട്ടായിരുന്നാലും നമുക്കൊരു സംരംഭം തുടങ്ങണമെങ്കിൽ അല്ലേ? ചെറിയ രീതിയിലുള്ള ഒരു സ്റ്റാർട്ട് ചെയ്ത് വീട്ടമ്മമാർക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം. അതുപോലെ തന്നെ സ്വന്തം ആവശ്യത്തിനുള്ള കോക്കനറ്റ് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതുകൊണ്ട് വർക്കിംഗ് ആണ് നമുക്ക് കാണാം. അപ്പോൾ ഇട്ട ഉടനെ തന്നെ അല്ലേ നമുക്ക് ഇത്ര പെട്ടെന്ന് കിട്ടുന്നുണ്ടല്ലേ? അതെ അതെ അതെ. ഇതിലും എത്ര ശതമാനം വരെ നമുക്ക് എണ്ണ കിട്ടും? ഇതിൽ ഓയിൽ കണ്ടന്റ് മാക്സിമം തന്നെ പോരും. ഇതിൽ നമുക്ക് നോക്കിയാൽ അറിയാം, ഇതിലൊന്നും വേസ്റ്റിലൊന്നും ഓയിലില്ല. മാക്സിമം ഓയിൽ എടുത്തിട്ട് തന്നെ വരുന്നത്. അതേ മെഷീൻ പോലെ തന്നെയാണ്. അതേ മെഷീൻ പോലെ തന്നെ എല്ലാം നമുക്ക് ഇതിൽ തന്നെ ചെയ്യാമല്ലോ. എല്ലാം ചെയ്യാം. അപ്പോൾ നമുക്ക് ഇത് കടുകെണ്ണാണ്, അതുപോലെ തന്നെ വെളിച്ചെണ്ണ, ഇത് ഇലക്ട്രിക് ഡ്രയറിൽ ഉണക്കിയ കൊപ്രയാണ്, അതുകൊണ്ടാണ് ഇത്ര ക്ലിയർ ആയിട്ടുള്ള ഓയിൽ. അതുപോലെ തന്നെ കടുകെണ്ണ, ഇത് പ്യൂർ ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ എള്ള് ചെയ്യാം, നമുക്ക് കടല ചെയ്യാം. നമുക്ക് കൊപ്ര കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാം, എള്ളും കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്ത്. അതെ, നമ്മളിപ്പോൾ കൊപ്രൻ്റെ ഓയിൽ എടുത്ത് കഴിഞ്ഞു. കോക്കനട്ട് ഓയിൽ നമുക്ക് ഇതുപോലുള്ള എല്ലാ ഓയിലും ഇതിലെടുക്കാൻ പറ്റും. ഇതിപ്പോൾ കോക്കനട്ട് ഓയിലാണ്. അതുപോലെ തന്നെ കടലെണ്ണ, കടുകെണ്ണ, എള്ളെണ്ണ, ഇതുപോലുള്ള എല്ലാ ഓയിലും ഇതിലെടുക്കാൻ പറ്റും. നമുക്ക് എന്ത് ചെയ്യാം, ഇനി അടുത്തതായിട്ട് എള്ളിൻ്റെ എണ്ണയും കൂടി എടുക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ 1 കിലോ എള്ളാണിത്. നമുക്ക് എന്ത് ചെയ്യാം, അത് മെഷീൻ ഓൺ ചെയ്ത് ഇതിലേക്ക് പൊട്ടിച്ചു കൊടുക്കാം. ഇട്ടുടനെയാണ് താഴെ എണ്ണ വന്നു തുടങ്ങി. അതെ അതെ, നമുക്ക് പ്യൂർ ആയിട്ടുള്ള എള്ളെണ്ണ കടയിലും വാങ്ങാൻ കിട്ടൂല. കടയിൽ എള്ളെണ്ണ പറഞ്ഞത് പലതും ഇല്ലേ വരുന്നത്. അതെ അതെ. ഈ ഒരു മെഷീൻ വാങ്ങിച്ചു വെച്ചാൽ നമുക്ക് ഒറിജിനൽ എള്ളെണ്ണ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. എല്ലാ എണ്ണയും ഉണ്ടാക്കാം. എല്ലാ എണ്ണ ഒറിജിനലായിട്ട് ഉണ്ടാക്കിയത്. അതെ അതെ, മായം ചേർന്നുള്ള കാര്യങ്ങളൊന്നും പേടിക്കണ്ട. അതെ അതെ. ഇതിപ്പം എള്ളാണ് നമ്മൾ ഇട്ടത്. ഇതിൻ്റെ വേസ്റ്റാണ് പുറത്തേക്ക് വരുന്നത്. ഇത് നമുക്ക് കയ്യിലെടുത്താൽ അറിയാം, ഒട്ടും ഓയിൽ കണ്ടന്റ് ബാക്കി ഉണ്ടാവില്ല. ഫുള്ളായിട്ട് ഇങ്ങനെ കൈ കൊണ്ട് പൊടിച്ച് കഴിഞ്ഞാൽ പൗഡർ ആണ് വരുന്നത്. പൗഡർ പോകുമ്പോൾ പോകും. അതെ അതെ അതെ. ഏത് ഓയിൽ എടുക്കാൻ പറ്റുന്ന ഏത് സീഡിൽ നിന്നായിരുന്നാലും ഇതുപോലെ തന്നെ ഓയിൽ കണ്ടിട്ട് മൊത്തം എടുത്തിട്ട് പോരും. മൊത്തം എടുത്ത് വരും. എല്ലാവർക്കും ഉള്ള സംശയമാണ്, ഇതുപോലുള്ള മെഷീൻ ആകുമ്പോൾ എല്ലാ സീഡ്സിൻ്റെ ഓയിൽ എടുക്കാം, പക്ഷേങ്കിൽ ഇതെങ്ങനെയാണ് ഒരു സീഡ്സ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളെല്ലാം മറ്റേ സീഡ്സിലേക്കും മറ്റേ ഓയിലിന് ബാധിക്കില്ല എന്നുള്ളത്. അപ്പം അങ്ങനെ ബാധിക്കാതിരിക്കാൻ ഈ മെഷീൻ എന്ത് ചെയ്യാം, നമുക്ക് ഒരു ഓയിൽ എടുത്തതിന് ശേഷം മറ്റൊരു ഓയിൽ എടുക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഈ മെഷീൻ എന്ത് ചെയ്യാം, ക്ലീൻ ചെയ്ത് മാറ്റിയിട്ട് അടുത്ത ഓയിൽ എടുക്കാൻ പറ്റും. അതെങ്ങനെ ചെയ്യാമെന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ ഇതിൻ്റെ ഹോപ്പർ ചുമ്മാ ഇങ്ങനെ എടുത്താൽ മതി, പൊക്കിയെടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, ഈ കവർ മാറ്റിയ ശേഷം ഫോൾഡ് ചെയ്ത് ഇതിൻ്റെ സ്ക്യൂസിങ് ട്യൂബും സ്ക്യൂസിങ് ചാമ്പറും എന്ത് ചെയ്യാം, പുറത്തേക്ക് ഊരിയെടുക്കാം. ഇതിൻ്റെ കൂടെ ഒരു ടൂൾ ഉണ്ടാവും, ലിവർ ഉണ്ടാവും. ആ ലിവർ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇതിങ്ങനെ കറക്കിയിട്ട് എന്ത് ചെയ്യാം, സിമ്പിളായിട്ട് ഊരിയെടുക്കാം. ഊരിയെടുത്ത് ഇത് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം,
ഇത് ഇതുപോലെ എടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, പൈപ്പ് വെച്ച് വെള്ളം വെച്ചിട്ട് എന്ത് ചെയ്യാം, വാഷ് ചെയ്യാം. വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഓയിലോ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇത് വർക്ക് ചെയ്യിപ്പിക്കാനുള്ളൂന്നുണ്ടെങ്കിൽ എണ്ണ കാറിപ്പോകാതിരിക്കാനോ പൂപ്പ് വരാതിരിക്കാനൊക്കെ എന്ത് ചെയ്യാം, ഇത് വാഷ് ചെയ്ത് നല്ല രീതിയിൽ വൃത്തിയാക്കി എടുത്തേക്കാൻ പറ്റും. ഇതിപ്പോൾ ഒരു കൊച്ചുകുട്ടിയായിരുന്നാൽ പോലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇത് ആർക്കും കൈകാര്യം ചെയ്യാം, വളരെ സിമ്പിളാണ് ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് എല്ലാം. ഇതിപ്പോൾ കഴുകുന്നതുകൊണ്ട് വേറെ പ്രശ്നമൊന്നും ഇല്ല, എല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ഇതിൻ്റെ മെറ്റീരിയൽ എല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ഇത് നമ്മൾ ഫുഡ് ഗ്രേഡ് സ്റ്റെയിൻലെസ് സ്റ്റീലായിരുന്നത് ആണ് ഉപയോഗിക്കുന്നത്. അതെ. ഇതാണ് കൊപ്ര കട്ടർ. ഇത് ഹെവി ഡ്യൂട്ടി കൊപ്ര കട്ടർ. 2 HP മോട്ടറാണ് ഇതിൽ വരുന്നത്. നമുക്കൊരു മണിക്കൂറിൽ ഇതിൽ 150 to 200 കിലോ കൊപ്ര വരെ കട്ട് ചെയ്ത് മാറ്റാൻ പറ്റും. 200 കിലോ ഒരു മണിക്കൂറിൽ ചെയ്യാം. ഇത് വളരെ ചുരുങ്ങിയ സമയം നമുക്ക് വർക്ക് ചെയ്യേണ്ടി വരും. വളരെ പെട്ടെന്ന് എന്ത് ചെയ്യാം, ഇതിലുള്ള വർക്ക് നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും. ഇതിനും എല്ലാം സബ്സിഡി വരുന്ന എല്ലാ മെഷീൻസിനും ഇതുപോലെ തന്നെ സബ്സിഡി ലോൺ എല്ലാം അവൈലബിൾ ആണ്. ഇത് സിംഗിൾ ഫേസ് ആണോ? ഇത് സിംഗിൾ ഫേസും 3 ഫേസും അവൈലബിൾ ആണ്. എല്ലാ മെഷീനും അതുപോലെ തന്നെ സിംഗിൾ ഫേസും 3 ഫേസും അവൈലബിൾ. 3 ഫേസ് അവൈലബിൾ ആണ്. എത്ര HP ആയിരുന്നു? ഇത് 2 HP. പ്രൈസ് വരുന്നത് ഇതിന് 39,000. 39 ആണ്. ഇതിന് വാറന്റി കാര്യങ്ങളെല്ലാം എല്ലാ മെഷീനും ഒരുപോലെ തന്നെ ഇതിനും സബ്സിഡി ഒക്കെ ലഭിക്കുന്നുണ്ടല്ലോ? അതെ. കൊപ്ര കട്ടർ നമുക്ക് ഈ ഒരു ഹെവി ഡ്യൂട്ടി കൂടാതെ ഇതിൻ്റെ ചെറിയ കൊപ്ര കട്ടറുണ്ട്, ലൈറ്റ് ഡ്യൂട്ടി. 2 HP മോട്ടർ തന്നെയാണ് വരുന്നത്. നമുക്ക് ഇതാകുമ്പോൾ കിലോയിൽ ഒരു മണിക്കൂറിൽ 40 കിലോ കട്ട് ചെയ്യാൻ പറ്റിയത്. കുറച്ചുകൂടി കോസ്റ്റ് കുറഞ്ഞ മെഷീനാണ്. പ്രൈസ് എങ്ങനെ വരും? ഒരു 26 രൂപയാണ് ഇതിൻ്റെ ടാക്സ് ഉൾപ്പെടെയുള്ള പ്രൈസ് വരുന്നത്. ടാക്സ് ഉൾപ്പെടെ 26. ഇത് നമ്മൾ റോസ്റ്ററാണ്. ഇത് അസംബ്ലിങ്ങിലാണ് ഇപ്പം. ഇത് LPG റോസ്റ്ററാണ്. ഇത് 15 കിലോ 25 കിലോ അങ്ങനെ 2 മോഡൽ ഞങ്ങൾ ചെയ്യണത്. പിന്നെ ഈ LPG റോസ്റ്റർ കൂടാതെ നമുക്ക് ഫയർവുഡ് റോസ്റ്റർ ഉണ്ട്, ഇതുപോലെ തന്നെ 15, 25. പിന്നെ ഇലക്ട്രിക് ഡ്രയറും ഉണ്ട്. ഫുള്ളായിട്ട് ഇലക്ട്രിക് റോസ്റ്റർ ഫുള്ളായിട്ട് ഇലക്ട്രിക്കിൽ വരണേ. അത് ഇതുപോലെ തന്നെ 15, 25 2 കപ്പാസിറ്റിയിൽ അവൈലബിൾ ആണ്. പിന്നെ ഇതിൻ്റെയൊക്കെ പ്രൈസ് വരുന്നത് പറഞ്ഞാൽ പിന്നെ 40,000 പ്ലസ് GST ആണ് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത്. 15 കിലോൻ്റെത് ഗ്യാസിൻ്റെത്. പിന്നെ വരുന്നത് പിന്നെ ഇതാകുമ്പോൾ 25 കിലോൻ്റെ ആകുമ്പോൾ 50 പ്ലസ് GST അതാണ് റേറ്റ്. അതെ. ഇതിൻ്റെ കോൺടാക്ട് ഏരിയ എല്ലാം ഫുള്ളായിട്ട് SS ആയിരിക്കും ചെയ്യുന്നത്. ഫയർവുഡിൽ വരുമ്പോഴത്തേക്കും കുറച്ചുകൂടി പ്രൈസ് കൂടുക ചെയ്യാം. കുറച്ചുകൂടി അതിൻ്റെ ബോഡി കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഹെവി ആയിരിക്കും. ഇലക്ട്രിക്കും കുറച്ചുകൂടി കൂടുക ചെയ്യാം. ഇപ്പോൾ ആവശ്യക്കാർ കൂടുതലും LPGയിലാണ്. പിന്നെ കുറച്ച് ആൾക്കാർ ഇലക്ട്രിക്കും ഉണ്ട്, അതുപോലെ തന്നെ ഫയർവുഡും ഉണ്ട്. ഫയർവുഡ് ഇപ്പോൾ കുറച്ച് ഡൗൺ ആയിട്ട് വരുന്നുണ്ട്. ആദ്യം കൂടുതലും ഫയർവുഡ് ആയിരുന്നു. ഇപ്പോൾ ആൾക്കാർക്ക് ഇലക്ട്രിക്കിലേക്കും ഗ്യാസിലേക്കൊക്കെ മാറിക്കൊണ്ടിരിക്കും. അതെ. ഇത് കൂടാതെ നമുക്ക് ഡ്രയറുകൾ ചെയ്യുന്നുണ്ടല്ലേ? ഡ്രയർ ചെയ്യുന്നുണ്ട്. ഡ്രയർ പിന്നെ ഏത് ടൈപ്പ് വേണമെങ്കിൽ നമ്മൾ ഇതുണ്ട്. ഇതുപോലെ തന്നെ അത് ബൾക്ക് ടൈപ്പ് ഉണ്ട്. ഇലക്ട്രിക്കിൽ തന്നെ 2 ടൈപ്പ് ഉണ്ട്. ബൾക്കും ഉണ്ട്, അതുപോലെ തന്നെ മൾട്ടിപർപ്പസ് ട്രേ ടൈപ്പും ഉണ്ട്. അതുപോലെ തന്നെ ഫയർവുഡിലും ബൾക്കും ഉണ്ട്, മൾട്ടിപർപ്പസ് ട്രേ ടൈപ്പും ഉണ്ട്. എല്ലാ മോഡലും കാണാം. ഇത് 190 നാളികേര കപ്പാസിറ്റി വരുന്നത്. 190 അല്ലേ? അതെ. നാളികേരത്തിൽ നമ്മൾ ഏകദേശം ഒരു കപ്പാസിറ്റി പറയുകയാണ്. മൾട്ടിപർപ്പസ് ആണ്. എന്ത് ആണെങ്കിലും ഉണക്കാം. വെജിറ്റബിൾ, ഫ്രൂട്ട്സ്, അതുപോലെ തന്നെ ലീഫുകൾ, അങ്ങനത്തെ എന്ത് സാധനങ്ങൾ വേണമെങ്കിലും ഉണക്കാം. ഇതിൽ 12 ട്രേ ആണ് വരുന്നത്. ഇത് ഫുള്ളായിട്ട് SS ബോഡിയിൽ വരുന്നതാണ്. ഇതിപ്പം ഇതിൽ കൊപ്രയാണ് സെറ്റ് ചെയ്ത് വെച്ചത്. ഇത് SS-ൻ്റെ ട്രേ ആണ്. 304 മെറ്റീരിയലാണ്. 304 മെറ്റീരിയൽ തന്നെ നമുക്ക് വ്യത്യസ്ത തരം ട്രേ വരുന്നുണ്ട്. ഇത് 1 mm നെയ്സ് നെറ്റ് വരുന്ന ഹോള്, പൊടി പോലത്തെ സാധനങ്ങളെല്ലാം ഇട്ട് ഉണക്കാൻ പറ്റിയ തരത്തിലുള്ള നെയ്സായിട്ടുള്ള നെറ്റ് വരുന്ന ഹോള്. ഇത് കുറച്ചുകൂടിയും ഹെവി വെയിറ്റുള്ള സാധനങ്ങളെല്ലാം ഉണക്കാൻ പറ്റി കുറച്ചുകൂടി ഹെവി ആയിട്ടുള്ള SS ട്രേ ആണ്. പിന്നെ ഇത് കുറച്ചുകൂടി ലേറ്റ് ആയിട്ടുള്ള 304 മെറ്റീരിയൽ തന്നെ വരുന്ന SS-ൻ്റെ ട്രേ 4 mm ഹോള്. അതെ. പിന്നെ ഇതിൽ തന്നെ നമുക്ക് GI വിത്ത് അലൂമിനിയം, കോൺടാക്ട് ഏരിയ GI വിത്ത് അലൂമിനിയം വരുന്ന ടൈപ്പ് ഉണ്ട്. അത് ഇതിൽ കാണാം. ഇതിന്റെ ഡ്രയറിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് നമുക്ക് എത്രയാണ്? ഡ്രയർ നമുക്ക് 19,000 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. 19,000 സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഇത് നമുക്ക് നോർമലായിട്ട് വരുന്ന ട്രേ GI വിത്ത് അലൂമിനിയം, കോൺടാക്ട് ഏരിയ അലൂമിനിയം ആയിരിക്കും. ഇതിൻ്റെ സ്ട്രക്ചർ GI ആണല്ലേ? അതെ. വർക്കിംഗ് വർക്കിംഗ് നമുക്ക് വരുന്നത് ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് വെക്കാം. ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാം. അത് ഓട്ടോമാറ്റിക് കൺട്രോളാണ്. അത് നമുക്ക് എത്ര ഡിഗ്രിയിലാണ് ഉള്ളിൽ ഐറ്റം ഉണങ്ങേണ്ടത് വെച്ചാൽ അതിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിഗ്രി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് ഉണിക്കോളും.
അതുപോലെ തന്നെ ഡ്രയർ എത്ര മണിക്കൂർ വർക്ക് ചെയ്യണം എന്നുള്ളതും ഉണങ്ങണം എന്നുള്ളത് നമുക്ക് ഇതിൽ സെറ്റ് ചെയ്തേക്കാം. ടൈമർ അല്ലേ? അതെ, നമുക്ക് രാത്രി ആണെങ്കിലൊക്കെ മെഷീൻ ഓൺ ചെയ്തിട്ട് പോയാലും തനിയെ ഫിനിഷ് ആകുമ്പോൾ ഓട്ടോമാറ്റിക് ഓഫ് ആയിക്കോളും. ഇതിൻ്റെയൊക്കെ കറണ്ട് കൺസംഷനൊക്കെ ഏറ്റവും കുറവ് വരുന്ന രൂപത്തിലുള്ള സിസ്റ്റമാണ് ഇത് വരുന്നത്. ഇതിൻ്റെ ബോഡിയെല്ലാം ഇൻസുലേറ്റഡ് ബോഡിയാണ്, അതായത് പിന്നെ ചൂടിനൊട്ടും ഉള്ളിലേക്ക് പുറത്തേക്ക് എടുത്തി വിടാത്ത മെറ്റീരിയൽ ഉള്ളിൽ ഫില്ല് ചെയ്ത്. ഇതിൻ്റെ പ്രൈസ് എത്രയാണ് വരുന്നത്? ഇത് പിന്നെ ഇലക്ട്രിക് ഡ്രയർ ഇത് നോർമലായിട്ട് വരുമ്പോൾ ഇത് 28 ട്രേ കപ്പാസിറ്റിയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത ഡബിൾ കൺട്രോളാണ്. നമുക്ക് പകുതി പോർഷൻ മാത്രം ഓൺ ചെയ്യുവാണെങ്കിൽ ഫുള്ളായിട്ട് ഓൺ ചെയ്യണം, ഫുള്ളായിട്ട് ഓൺ ചെയ്യാം. രണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഓൺ ചെയ്യാം. നമുക്ക് രണ്ട് ഐറ്റം ആണെങ്കിൽ ടേസ്റ്റ് അതിൻ്റെ ചുവയ്ക്ക് മിസ്സാണ് സാധനങ്ങളാണെങ്കിൽ ഒരു ഭാഗത്ത് ഉണക്കാം, രണ്ട് സെപ്പറേറ്റ് ആയിട്ട് അതിൻ്റെ ടേസ്റ്റ് മിസ്സാവാതെ ഉണക്കാൻ പറ്റും. കൂടുതലും ഈ ചെറിയ ഓയിൽ മില്ലെല്ലാം തുടങ്ങുന്നവർ ഈ ടൈപ്പ് ഡ്രയറൊക്കെ ഉണ്ടാവും. സമയം അത് പിന്നെ പല രീതിയിൽ വരുന്നുണ്ട്. നമുക്കിപ്പം കേരളത്തിൽ തന്നെ പല സ്ഥലത്തും പല രീതിയിലുള്ള കോക്കനറ്റാണ് വരുന്നത്. അപ്പം 18 മണിക്കൂർ കൊണ്ട് ഉണങ്ങുന്ന കോക്കനറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു 30 മണിക്കൂർ കൊണ്ട് 34 മണിക്കൂർ കൊണ്ടൊക്കെ ഉണങ്ങുന്നുണ്ട്. നോർമലായിട്ട് ഇവിടെയുള്ള നമ്മളെ ഈ ഏരിയയിലുള്ള കൊക്കന ഒരു 24 to 30 മണിക്കൂറാണ് ഫുൾ ഡ്രൈ ആയിട്ട് വരാൻ പറ്റുന്ന സമയം. അതെ, ഏകദേശം അതിൻ്റെ ഒരു കോസ്റ്റ് എന്ന് പറയുമ്പം ഒരു 80 പൈസ മുതൽ ₹1 ആ റേഞ്ചിലാണ് നമുക്ക് എന്ത് ചെയ്യാം ഒരു നാളികേരം ഉണക്കിയെടുക്കാനുള്ള കോസ്റ്റ് വരിക. അതെ അതെ, നമുക്ക് ഇലക്ട്രിക് ഡ്രയറിൽ ഉണക്കുകയാണെങ്കിൽ അതിൻ്റെ കറക്റ്റ് ടെമ്പറേച്ചർ വെച്ച് ഉണക്കുകയാണെങ്കിൽ സൾഫർ ഒന്നും ആഡ് ചെയ്യാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം നല്ല പ്യുവർ കോക്കനറ്റ് വൈറ്റ് കളറിൽ നമുക്ക് എന്ത് ചെയ്യാം ഉണക്കിയെടുക്കാൻ പറ്റും. നല്ല ക്വാളിറ്റി ഉള്ള എണ്ണകൾ നമുക്ക് കിട്ടും. അതെ അതെ. പിന്നെ ഇപ്പോൾ പലരും എന്ത് ചെയ്യുക വെച്ചാൽ സൾഫറെല്ലാം ആഡ് ചെയ്തിട്ടാണ് പക്ക വൈറ്റ് കളർ കൊപ്പറ ഉണ്ടാക്കുന്നത്. നമുക്ക് ഡ്രയർ ഉപയോഗിച്ചിട്ട് കൃത്യമായ ടെമ്പറേച്ചർ സെറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം മാക്സിമം കളറുള്ള രീതിയിൽ എന്ത് ചെയ്യാം നമുക്ക് ഒറിജിനൽ ആയിട്ടുള്ള കൊപ്പറ ഉണ്ടാക്കി. പുറത്ത് ഉണക്കുമ്പോൾ തന്നെ അത്രത്തോളം പൊടികളെല്ലാം ആഡായി അതല്ലേ നമ്മൾ ഡയറക്റ്റ് കൊണ്ടുവന്നിട്ട് പൊടിക്കുന്നത്, എണ്ണ ആട്ടുന്നത്. ഇപ്പൊ ഇതിൽ ഉണക്കുമ്പോഴത്തേക്കും അതൊന്നും ഇല്ലാതെ നമുക്ക് ഇതിൽ കൃത്യമായിട്ട് ഡ്രയറിൽ ഉണക്കുന്ന കൊപ്പറ ആണെങ്കിൽ ശരിക്കും ഫിൽറ്റർ ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല, നല്ല ക്വാളിറ്റി ഉള്ള ഓയിൽ നമുക്ക് കിട്ടും. ഇപ്പൊ നമ്മൾ ചെറിയ കുഞ്ഞു ഓയിൽ എക്സ്ട്രാക്ടർ ഉണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ടുള്ള കുഞ്ഞു ഓയിൽ ഡ്രയറുകളുണ്ടോ? ഇത് കൂടുതലായിട്ടും ഇപ്പൊ നമ്മൾ 3HP ഓയിൽ പ്രസ് കണ്ടില്ലേ, അതിന്റെ കൂടെ കൊണ്ടുവന്ന ഏറ്റവും കൂടുതലായിട്ട് കൊണ്ടുവന്ന ടൈപ്പ് ഡ്രയറാണിത്. ഈ ഡ്രയർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബിസിനസ് ചെയ്യാനുള്ള ഒരു കൊപ്ര നമുക്ക് എന്ത് ചെയ്യാം പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റും അതിൽ. ഈ ഡ്രയറാണ് അതിൻ്റെ ഒരു 3HP ഓയിൽ പ്രസ് മെഷീൻ്റെ കൂടെ എടുക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് കപ്പാസിറ്റിയാണ് ഈ ഒരു ഡ്രയർ എന്ന് പറയുന്നത്. അതെ, നമുക്ക് ഈ മുരിങ്ങയില പോലുള്ള സാധനങ്ങളെല്ലാം എന്ത് ചെയ്യാം ഉണക്കിയെടുക്കാൻ പറ്റും. അതെല്ലാം ഇപ്പം നല്ല രീതിയിൽ ഉണക്കി പാക്ക് ചെയ്ത് നമുക്ക് പല രീതിയിൽ എക്സ്പോർട്ടിങ് പല കാര്യങ്ങളും ചെയ്യാം. അതിനൊക്കെ പറ്റും. അതിനൊക്കെ പല രീതിയിലുള്ള ഇതിൻ്റെ ബോഡി മെറ്റീരിയൽ പല രീതിയിലുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഇന്നർ ബോഡി 304 SS വരുന്ന ഡ്രയറാണ്. ഇതന്നെ നമുക്ക് GI ലെവലാകുമ്പോൾ കുറച്ച് റേറ്റ് കുറയും. കൊപ്രയൊക്കെ ഉണക്കാനാണ് GI മതി. നമുക്ക് എക്സ്പോർട്ട് പർപ്പസിനൊക്കെ അങ്ങനത്തെ വെജിറ്റബിൾ ഫ്രൂട്ട്സ് അല്ലെ ലീഫുകളൊക്കെ ഉണക്കാനാണെങ്കിൽ നമുക്ക് ഇതുപോലത്തെ SS ട്രേയും അതുപോലെ തന്നെ SS-ൻ്റെ ബോഡിയൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി നല്ല രീതിയിൽ തന്നെ അതിൻ്റെ ക്വാളിറ്റിയൊക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ മല്ലി, മുളക്, മഞ്ഞൾ, പിന്നെ ധാന്യങ്ങളെല്ലാം കേകി ഉണക്കാൻ അങ്ങനത്തെ എന്ത് സാധനങ്ങളും ആണെങ്കിൽ എന്ത് ചെയ്യാം വാഷ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം ചുരുങ്ങിയ സമയം കൊണ്ട് ഉണക്കിയെടുക്കാം. മല്ലി, മുളക്, കേകി ഉണക്കുകയാണെങ്കിൽ ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ സമയം കൊണ്ട് എന്ത് ചെയ്യാം നല്ല രീതിയിൽ നമുക്ക് ഉണക്കിയെടുക്കാം. വാഷ് ചെയ്തിട്ട് കുറച്ച് സമയം മതി. ഇതാണ് നമ്മളെ കുഞ്ഞൻ ഡ്രയർ. ഇത് നമുക്ക് വീട്ടാവശ്യത്തിനൊക്കെ വളരെ ഉപകാരം ചെയ്യുന്ന ഡ്രയറാണ്. നമുക്ക് കൊപ്ര ഉണക്കാം, അതുപോലെ തന്നെ നമുക്ക് വീട്ടിലാവശ്യമായ മുളക്, മല്ലി, ജാതിക്ക, ജാതിപത്രി ഇതുപോലുള്ള കർഷകരൊക്കെ ആണെങ്കിൽ അവർക്ക് വേണ്ട അവരെ ഉൽപ്പന്നങ്ങളെല്ലാം ഉണക്കിയെടുക്കാൻ പറ്റിയ ഒരു കുഞ്ഞൻ ഡ്രയറാണ്. നല്ല ക്വാളിറ്റിയിൽ ചെയ്യുന്ന ഒരു ഡ്രയറാണ്. ഇതിന് പ്രൈസ് വരുന്നത് 19,000 രൂപയാണ്, ടാക്സ് ഉൾപ്പെടെയുള്ള പ്രൈസ്. 19,000. ഇതിൽ 3 ട്രേ ആണ് കപ്പാസിറ്റി. അതെ, ഞങ്ങൾ മെഷീൻസ് എല്ലാം ഞങ്ങൾ ഇവിടെ തന്നെ നിർമ്മിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ മെഷീൻസും ഏറ്റവും ബെസ്റ്റ് പ്രൈസിലും അതുപോലെ തന്നെ എന്ത് കംപ്ലയിൻറ്റ് എന്ത് സർവീസ് ആവശ്യമുണ്ടെങ്കിലും കൃത്യമായിട്ട് അതിൻ്റെ സ്പെയർ കാര്യങ്ങളെല്ലാം നമുക്ക് സപ്ലൈ ചെയ്യാനും കറക്റ്റായിട്ടുള്ള സർവീസ് തരാനും പറ്റും. എത്ര വർഷം കൊണ്ട് നമ്മൾ ഇത് ചെയ്യുന്നുണ്ട്? ഞങ്ങളിവിടെ സ്ഥാപനം തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 8 വർഷമായി. 8 വർഷം കൊണ്ട് നമ്മൾ അല്ലേ വിശ്വസമായിട്ട് നിൽക്കുകയാണ്. അതെ. ഇതാണ് പൾവറൈസർ. നമുക്ക് ഇത് വ്യത്യസ്ത തരത്തിലുള്ള പൾവറൈസർ ഉണ്ട്. നമുക്ക് ഈ മില്ല് തുടങ്ങാനുള്ള ഫ്ലോർ മിൽ തുടങ്ങാനുള്ള ചെറിയ രീതിയിൽ തുടങ്ങാനുള്ള മെഷീനറീസും അതുപോലെ തന്നെ വലിയ രീതിയിൽ തുടങ്ങാനുള്ള പൾവറൈസർ എല്ലാം നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. ഇത് 4 ഹെഡ് വരുന്ന ഒരു പൾവറൈസറാണ്. ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഇതിൻ്റെ മോട്ടർ ഉള്ളിൽ തന്നെയാണ് വരിക. 10 HP മോട്ടറിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. 4 ഹെഡാണ് വരുന്നത്. മുളക് പൊടിക്കാൻ സെപ്പറേറ്റ് ഒരു ഹെഡ് വരും, അതുപോലെ തന്നെ മല്ലിക്കും മഞ്ഞളും സെപ്പറേറ്റ് വരും, അതുപോലെ തന്നെ നനഞ്ഞ അരി പൊടിക്കാൻ സെപ്പറേറ്റ്, ഉണങ്ങിയ അരി, ഗോതമ്പ് ഇതെല്ലാം പൊടിക്കാൻ സെപ്പറേറ്റ്. അങ്ങനെ 4 ഹെഡിൽ വരുന്നൊരു
പൾവറൈസറാണ് ഇതിൽ നമുക്ക് ഹോപ്പറെല്ലാം വരുന്നത് SS-ലാണ്, അതുപോലെ തന്നെ ചൂട്ടും SS-ലാണ് വരുന്നത്. SS ആണല്ലേ? ഇത് നമുക്ക് സ്ത്രീകളാണെങ്കിലും വളരെ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റിയൊരു സിസ്റ്റം അതിൽ വരുന്നത്. ഫൗണ്ടേഷൻ ഒന്നും ഇല്ല, ഫൗണ്ടേഷൻ ഇല്ലാതെ നമുക്ക് ടൈൽറ്റ റൂമിലാണെങ്കിലും ഇത് കൊണ്ട് അങ്ങനെ തന്നെ സെറ്റ് ചെയ്യാം. ഇതിന് നമുക്ക് അധിക സ്ഥലം വേണ്ടല്ലോ, ചുരുങ്ങിയ സ്ഥലം മതി. പിന്നെ ഇതിൻ്റെ ബെൽറ്റ് എല്ലാം ചേഞ്ച് ചെയ്യാൻ കാൻലിവർ ഉപയോഗിച്ചിട്ടാണ് ചേഞ്ച് ചെയ്യുന്നത്. നമുക്ക് ആർക്കും ആണെങ്കിൽ എന്ത് ചെയ്യാം, സിമ്പിളായിട്ട് ബെൽറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈകാര്യം ചെയ്യും, സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാം. പഴയ മോഡലെന്നാണെങ്കിൽ കുറച്ചൊരു ബുദ്ധിമുട്ടായിരുന്നു കൈകാര്യം ചെയ്യാൻ. അതെ. പിന്നെ ഇത് അതിൻ്റെ തന്നെ കുറച്ചുകൂടി ഒരു ലേറ്റ് ആയിട്ടുള്ള മെഷീന്. ഇത് 3 ഹെഡിൽ വരുന്നതാണ്. ഇത് ഒറ്റ സിംഗിൾ മോട്ടറിൽ തന്നെ നമുക്ക് വർക്ക് ചെയ്യുവാൻ വേണ്ടിയാണ്. ഇതിൽ നമുക്ക് 5 HP മോട്ടർ വെച്ച് വർക്ക് ചെയ്യിപ്പിക്കാം, ആണ് 7 വെക്കാം, 10 വെക്കാം, ഏത് മോട്ടർ വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം. മോട്ടർ മാറുന്നതനുസരിച്ച് അതിൻ്റെ മണിക്കൂറിൽ വരുന്ന ഒരു പൊടിക്കുന്ന കപ്പാസിറ്റി കുറച്ച് കുറയുന്നു മാത്രം. നല്ല 10 HP മോട്ടർ വെക്കുമ്പോൾ കുറച്ച് സ്പീഡായിട്ട് പൊടിയും, 5 ആണെങ്കിൽ കുറച്ച് സ്ലോ ആയിട്ട്. സ്റ്റാർട്ടിങ്ങിലൊക്കെ ചെറിയ രീതിയിൽ കുടിൽ വ്യവസായമായിട്ട് ചെയ്യണം എന്നുള്ളവർക്ക് 5 HP വരെയാണ് ലൈസൻസും ഇല്ലാതെ ചെയ്യാം. അങ്ങനെ ചെയ്യേണ്ടവർക്കൊക്കെ എന്ത് ചെയ്യാം, ഈ 5 HP വെച്ചിട്ട് എന്ത് ചെയ്യാം, ഒരു പൊടി മില്ലെല്ലാം സെറ്റ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ വളരെ നിസ്സാര കൺസെപ്ഷനേ വരുള്ളൂ. 5 HP മോട്ടറൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പ്രൊഡക്ഷൻ കിട്ടും. നിസ്സാര കറണ്ടേ വരുള്ളൂ. ഇതിനെല്ലാം കറണ്ട് ഉപയോഗമൊക്കെ വളരെ ചുരുങ്ങിയ കറണ്ട് ഉപയോഗം വരുള്ളൂ. ഉണ്ട്, ഇതിനെല്ലാം നമുക്ക് എന്തുണ്ട്, സബ്സിഡിയുടെ കൂടിയ ലോൺ അവൈലബിൾ ആണ്. PMHC ഇപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് കിട്ടുന്നുണ്ട് ഇപ്പോൾ എല്ലാവർക്കും. ആ കമ്പനിയിൽ വന്നു കഴിഞ്ഞാൽ മെഷീനെല്ലാം കാണാം, ഏത് മെഷീനാണ് വേണ്ടത് വെച്ചാൽ സെലക്ട് ചെയ്യാം, ഏത് കപ്പാസിറ്റിയുള്ള മെഷീൻ, ഏത് ടൈപ്പ് മെഷീൻ സെലക്ട് ചെയ്യാം. അതിനുശേഷം കൊട്ടേഷൻ വാങ്ങിക്കഴിഞ്ഞ് പിന്നെ DRP ഓഫീസറായിട്ട് മുഖേന നമുക്ക് എന്ത് ചെയ്യാം, വളരെ സിമ്പിളായിട്ട് ലോണെല്ലാം സബ്സിഡിയോട് കൂടി തന്നെ പാസ് ചെയ്താൽ. അതിൻ്റെ ഹെൽപ്പൊക്കെ നിങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്? തീർച്ചയായിട്ടും വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെല്ലാ നിർദ്ദേശം കൊടുക്കാം. ഇല്ല, വളരെ സിമ്പിളാണ്, വളരെ ഫാസ്റ്റുമാണ്. നമുക്കൊന്നും ചെയ്യേണ്ടതില്ല. വാങ്ങുന്ന ആൾക്ക് DRP അവർ തന്നെ പേപ്പറെല്ലാം റെഡിയായി കൊടുക്കും. പിന്നെ എന്ത് ചെയ്യാം, നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഇത് ഇലക്ട്രിക്കിൻ്റെ 1500 നാളികേരം ഒരേ സമയം കൂട്ടിയിട്ട് ഉണക്കുന്ന ടൈപ്പ് ഡ്രയറാണ്. ഇതിൽ ഒരേ സമയം നമുക്ക് 1500 നാളികേരം വരെ എന്ത് ചെയ്യാം, കൂട്ടിയിട്ട് ഉണക്കാം. 1500 നാളികേരം 3000 മുറി നാളികേരം. പിന്നെ ഇതിന് തന്നെ നമുക്ക് 900 നാളികേര കപ്പാസിറ്റിയിലും അവൈലബിൾ ആണ്. ഇത് നമുക്ക് ഫുള്ളി ഓട്ടോമാറ്റിക്കാണ് വരുന്നത്. ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് വെക്കാം, അതുപോലെ തന്നെ ടൈമർ സെറ്റ് ചെയ്ത് വെക്കാം. സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മോയ്സ്ചർ ഫാൻ എല്ലാം ഓട്ടോമാറ്റിക് ആയിട്ടാണ് ഇതിൻ്റെ വർക്കിംഗ് എല്ലാം വരുന്നത്. നമുക്ക് ഇത് ഉണങ്ങി കഴിയുമ്പോൾ തനിയെ മെഷീൻ ഓഫ് ആയിക്കോളും. ഇത് കൂടുതലും വലിയ ഓയിൽ മില്ല് അതുപോലത്തെ പർപ്പസിനാണ് കൊണ്ടുവന്നത്. കൂടുതൽ കൊപ്ര ഒരുമിച്ച് ഉണക്കിയെടുക്കാൻ. അല്ലേ? അതെ. ഇത് വരുന്നത് ഇതിൻ്റെ മുകളിൽ വരുന്ന ഇതിൻ്റെ ഉള്ളിൽ വരുന്ന എയർ സർക്കുലേഷൻ്റെ ഫാൻ വരുന്നത്. ഇതിൻ്റെ എല്ലാ വശത്തുനിന്നും ഒരുപോലെ തന്നെ ഇതിൻ്റെ ചൂട് വരുന്നുണ്ട് കൊപ്രയിലേക്ക്. ബൾക്ക് ടൈപ്പ് ആണെങ്കിൽ കൂട്ടിയിട്ട് ഉണക്കുന്നതാണെങ്കിലും ഇതിൻ്റെ സൈഡിൽ നിന്ന് ചൂട് വരും, അതുപോലെ തന്നെ അടിവശത്തു നിന്ന് നല്ല ശക്തമായിട്ടുള്ള ചൂട് കാറ്റ് വരും, അതുപോലെ തന്നെ മുകളിൽ നിന്നും കൊപ്രയിലേക്ക് ശക്തമായ ചൂട് കാറ്റ് വരും. ഇതിൽ നാളികേരം കൂടാതെ കാപ്പി, പിന്നെ ഈ പാക്കാവശ്യത്തിനുള്ള പുഴുങ്ങിയ അടക്ക, ഇതെല്ലാം ഉണക്കാൻ ഇത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മോയ്സ്ചർ എക്സോസ്റ്റ് ചെയ്യുന്ന ഫാനാണിത്. ഇതിൽ കൂടിയാണ് ഇതിൻ്റെ നീരാവി പുറത്തേക്ക് വിടുന്നത്. 2 ഫാൻ വരും. 2 ഫാൻ മുഖേനയാണ് ഇതിൻ്റെ ജലാംശത്തെ പുറത്തേക്ക് വിടുന്നത്. ഇതിൻ്റെ വർക്കിംഗ് എല്ലാം ഓട്ടോമാറ്റിക്കാണ്. അത് മോയ്സ്ചർ ഉള്ളിൽ ഫില്ലാകുമ്പോൾ തനിയെ ഇത് വർക്ക് ചെയ്യും, ഓഫ് ആകില്ല, തനിയെ ചെയ്തോളും. നമ്മൾ ടൈമർ സെറ്റ് ചെയ്യാമല്ലോ? ടൈമും പിന്നെ ടെമ്പറേച്ചർ മാത്രം സെറ്റ് ചെയ്ത് വെച്ച് ഓൺ ആക്കിയിട്ട് പോയാൽ മതി. വർക്കിംഗ് എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് എവിടെ വേണമെങ്കിൽ കൊടുക്കുന്നുണ്ട്. ദുബായ് വരെ നമ്മൾ പോകുന്നുണ്ട്. അതെ, കേരളത്തിന് പുറത്താണെങ്കിൽ കേരളത്തിന് പുറത്തേക്കും രാജ്യത്തിന് പുറത്തേക്കും പോകുന്നുണ്ട്. നമ്മൾ തന്നെ അവിടെ പോയി സെറ്റ് ചെയ്ത് പറഞ്ഞു. അല്ല, ഇതെല്ലാം ഫിനിഷ്ഡ് മെഷീൻ. അത് ജസ്റ്റ് കണക്ഷൻ മാത്രം കൊടുത്താൽ മതി. നമ്മൾ ഡെമോ കാണിക്കാൻ സൈറ്റിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല. വേണ്ട. ഇത് ജസ്റ്റ് ഇതിന്റെ ഓപ്പറേറ്റീവ് വീഡിയോ നമ്മൾ അയച്ചു കൊടുക്കും. സിമ്പിളായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ സിസ്റ്റം ഫുള്ളി ഓട്ടോമാറ്റിക് ആണ്. ഇതിൽ ടെമ്പറേച്ചറും ടൈമർ മാത്രം സെറ്റ് ചെയ്യേണ്ടില്ല, ആർക്കും സിമ്പിളായിട്ട് സെറ്റ് ചെയ്യാം. പിന്നെ ഇതിൽ വർക്കിംഗ് എല്ലാം ഓട്ടോമാറ്റിക് ആണ്. പിന്നെ വീല് വരുന്നുണ്ട്, അതുകൊണ്ട് വീല് വരുന്നുണ്ട്. അത്യാവശ്യം വെയിറ്റ് വരുന്ന ഒരു മെഷീനാണ്. കുറച്ചുകൂടി ഒരു എന്താ പറയുക, ഒരു റഫ് വർക്കിന് പറ്റിയ മെഷീനാണ്. ബോഡി എല്ലാം കുറച്ച് ഹെവി ബോഡിയാണ് വരുന്നത്. കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഓൺ ചെയ്യാവുന്നേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അതെ, ഇത് പുറത്തേക്കെല്ലാം പോകുന്ന മെഷീൻ തന്നെ. ഇത് കൂടാതെ നമുക്ക് ട്രേ ടൈപ്പ്, ഇപ്പോൾ വലിയ ടൈപ്പ് മെഷീൻ ഉണ്ട്, 1000 നാളികേരം. അതുപോലെ തന്നെ ഫയർവുഡിൻ്റെ ബൾക്ക് ടൈപ്പ് ഉണ്ട്, അടക്കല്ല ഉണക്കുന്നത്. ഇതിപ്പോൾ അടക്ക ഉണക്കുന്ന ഡ്രയറാണ് ഫയർവുഡിൽ. ഇതിൻ്റെ 450 കിലോ കപ്പാസിറ്റി, അതുപോലെ തന്നെ 900 കിലോ കപ്പാസിറ്റി എല്ലാം അവൈലബിൾ ആണ്. ഇത് അടക്ക ഉണക്കാം, അതുപോലെ തന്നെ കാപ്പിക്കുരു ഉണക്കാനൊക്കെ ഉപയോഗിക്കാം. അടക്ക കാപ്പിക്കുരു അതല്ല അല്ലേ? അതെ. ഇതിൻ്റെ ഈ ഫർണൻസിൽ ഇവിടെയാണ്, ഇതിൻ്റെ ഉള്ളിലാണ് വിറക് കത്തിക്കുന്നത്. ഈ 2 കോയിൽ ഇതിൻ്റെ പുക പുറത്തേക്ക് പോകുന്ന കോയിലാണ്. ഇവിടെ ടെമ്പറേച്ചർ ഇത് വരുന്നത് ഈ മീറ്ററിൽ ഇതിൻ്റെ ടെമ്പറേച്ചറിൻ്റെ റീഡിങ് കാണിക്കും. ഇതിൽ നാളികേരം, അടക്ക ഇതുപോലുള്ള എന്ത് സാധനമാണെങ്കിലും കൂട്ടിയിട്ടിട്ടാണ് ഉണക്കുന്നത്. അടിയിൽ നിന്നാണ് ചൂട് മുകളിലോട്ട് വരുന്നത്.
ഇതിന്റെ അടിയിലാണ് നമ്മൾ ഇത് വെച്ച് കൊടുക്കുന്നത്. അതെ അതെ, അതിന്റെ ഉള്ളിൽ ഫർണസിനുള്ളിൽ വിറക് കത്തിച്ച് കഴിഞ്ഞാൽ ചൂട് മാത്രമാണ് ഉള്ളിലേക്ക് വരുന്നത്. ഇതിന്റെ പുക കാര്യങ്ങളെല്ലാം പുറത്തേക്കാണ് പോകുക. ചൂട് മാത്രമാണ്. എന്ത് വിറകിട്ട് എന്ത് സാധനം ഇട്ട് കത്തിച്ച് കഴിഞ്ഞാലും അതിന്റെ കത്തിക്കുന്നതിന്റെ പുകയെ അതിന്റെ ചോയൊന്നും നമുക്ക് ഉള്ളിലേക്ക് വരില്ല, ചൂട് മാത്രമേ ഉള്ളിലേക്ക് വരുള്ളൂ. ഇത് 12 ട്രെയിൻ്റെ ടയറാണ്. ഇതിൽ ഏകദേശം 190 നാളികേരം ഉണക്കിയെടുക്കാം. ഇതിന്റെ ബോഡി വരുന്നത് GI ബോഡിയാണ്. നമുക്ക് ഇത് തന്നെ വ്യത്യസ്ത ബോഡി അവൈലബിൾ ആണ് കേട്ടോ. ഇത് അതുപോലെ തന്നെ 16 ട്രേ വരുന്നൊരു ഡ്രയറാണ്. ഇതിൽ 250 നാളികേരം, 500 മുറി. ഇത് ഹൈലാം ഷീറ്റ് എന്ന് പറഞ്ഞ ബോഡിയാണ് വരുന്നത്, വൈറ്റ് കളർ ബോഡി. പിന്നെ ഇത് വരുമ്പം ഈ 120 നാളികേരം, 8 ട്രേ കപ്പാസിറ്റി. പിന്നെ ഇതിൻ്റെ അപ്പുറത്ത് നമുക്ക് 24 ട്രേ ആണ്. നമുക്ക് 380 നാളികേരം കപ്പാസിറ്റി. മൾട്ടിപർപ്പസ് ആണ്, എന്ത് വേണം ഉണക്കാം. നാളികേരത്തിൽ ഒരു ഏകദേശ ധാരണ കിട്ടാൻ വേണ്ടി, കപ്പാസിറ്റി ധാരണ കിട്ടാൻ വേണ്ടി പറഞ്ഞതാണ്. അതെ, രണ്ടും വലിയ വ്യത്യാസമില്ല. പിന്നെ ഓരോരുത്തർക്ക് അതിനൊരു ചോയ്സ് പോലെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. GI ബോഡി ഡിമാൻഡ് ചെയ്യുന്നവർക്ക് GI ചെയ്ത് കൊടുക്കും, SS ഡിമാൻഡ് ചെയ്യുന്നവർക്ക് SS കൊടുക്കും. ഈ വൈറ്റ് കളർ ബോഡി ഡിമാൻഡ് ചെയ്യുന്നവർക്ക് വൈറ്റ് കളർ ചെയ്ത് കൊടുക്കും. ചെറിയ വേരിയേഷൻ. GI ബോഡിക്കും ഏകദേശം ഈ ബോഡിക്കും സെയിം പ്രൈസ് തന്നെ വരുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീൽ വരുമ്പോൾ മാത്രമാണ് പ്രൈസിൽ വ്യത്യാസം വരുന്നത്. ഇത് നമ്മൾ 1000 നാളികേര കപ്പാസിറ്റി വരുന്ന ഇലക്ട്രിക് ഡ്രയറാണ്. ട്രേ ടൈപ്പ് ഇലക്ട്രിക് ഡ്രയർ. ഇതന്നെ ഇതിൻ്റെ തന്നെ സെയിം മോഡൽ തന്നെ നമുക്ക് 1500 വരുന്നുണ്ട്, 2000 വരുന്നുണ്ട്. ഇതിൻ്റെ സെയിം മെത്തഡെല്ലാം സെയിം ആണ്. നമുക്ക് 1000 നാളികേരം മുതൽ ഡ്രയർ കുറച്ചും കൂടി ഹെവിയാണ്. അതായത് ഇൻഡസ്ട്രിയൽ പർപ്പസ് ആയിട്ട് 24 hours നമുക്ക് എന്ത് ചെയ്യുക, കണ്ടിന്യൂ ആയിട്ട് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. കണ്ടിന്യൂ ഉപയോഗിക്കാൻ പറ്റിയൊരു ഹെവി ക്വാളിറ്റിയിൽ വരുന്ന ഒരു മെഷീൻ അത്. ഇതിൻ്റെ 1500 ഉണ്ട്. അതെല്ലാം കൂടുതലും വലിയ വലിയ കമ്പനികളിലാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ 2000 ഉണ്ട്. അത് മൾട്ടി പർപ്പസ് ആണ്. നമ്മൾ കോക്കനറ്റ് പറഞ്ഞല്ലോ, ഏകദേശ ധാരണയ്ക്ക് വേണ്ടി പറയുന്നതാണ്. ഉപയോഗം പലരും പല രീതിയിലാണ്, പല ആവശ്യങ്ങൾക്കാണ് ഇത് ഉപയോഗിക്കുന്നത്. അത് നമുക്കൊരു ചെറിയ മെഷീൻ മുതൽ ഏറ്റവും വലിയ മെഷീൻ വരെയുള്ള മാക്സിമം എത്ര കപ്പാസിറ്റി? ട്രേ ടൈപ്പിൽ നമുക്ക് 2000 ആണ് ഏറ്റവും വലിയ മെഷീൻ വരുന്നത്. അതെ അതെ, 45 ട്രേ ആണ് ഇതിൽ വരുന്നത്. നമ്മളെ മെഷീനെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് മാത്രമാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് 8 വർഷമായിട്ട് നമ്മൾ ഈ സ്ഥാപനം നടത്തുന്നതാണ്. അപ്പം നമുക്ക് ഒരു വട്ടം ഒരു മെറ്റീരിയലിന് കംപ്ലയിൻറ്റ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ആ മെറ്റീരിയൽ ഒരു കാരണവശാലും ഉപയോഗിക്കില്ല. അപ്പം അങ്ങനെ നമ്മളൊരു എക്സ്പീരിയൻസിൽ കംപ്ലയിൻറ്റ് വരാൻ സാധ്യത വളരെ കുറവുള്ള മെറ്റീരിയൽസ് മാത്രമാണ് ഞങ്ങളെ മെഷീൻസിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം പൊതുവേ നമ്മൾ ഡ്രയർ ഇതുപോലുള്ള മെഷീൻസൊക്കെ കംപ്ലയിൻറ്റ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെ കുറവാണ്. ഏറ്റവും കംപ്ലയിൻറ്റ് വളരെ റെയർ സിറ്റുവേഷനിൽ മാത്രമേ നമ്മൾ ഡ്രയറിന് കംപ്ലയിൻ്റ് ആയിട്ട് നമുക്ക് വരണുള്ളൂ. നമ്മൾ തീർച്ചയായിട്ടും അങ്ങനെ റെഗുലർ കംപ്ലയിൻറ്റ് വരുന്നൊരു സംഭവം നമുക്ക് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ സഡൻ അതിനുള്ളൊരു പരിഹാരം ഞങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. നമുക്ക് ഏത് ടൈപ്പ് മെഷീൻ കസ്റ്റമർ ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അതായത് ഏറ്റവും മാന്യമായ ഏറ്റവും ചുരുങ്ങിയ പ്രൈസിന് തന്നെ ചെയ്തു കൊടുക്കാൻ പറ്റും. നമുക്ക് കസ്റ്റമർ ഓൾ ഇന്ത്യ കസ്റ്റമർ ഉണ്ട്. തമിഴ്നാട്, കർണാടക, കേരളം പല സ്ഥലത്തേക്ക് നമുക്ക് പല പർപ്പസിനായിട്ട് മെഷീൻസ് പോകുന്നുണ്ട്. നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ പർപ്പസും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പറ്റിയ തരത്തിലുള്ള ഡ്രയർ ഏത് ടൈപ്പ് വേണമെങ്കിലും ഞങ്ങൾ ചെയ്തുതരാം. ഏറ്റവും ബെസ്റ്റ് പ്രൈസിന് തന്നെ ചെയ്തുതരാം. അതുപോലെ തന്നെ ഏറ്റവും നല്ല രീതിയിലുള്ള സർവീസും ഏറ്റവും നല്ല ക്വാളിറ്റി നമ്മൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിനായിട്ട് നിങ്ങളുടെ നമ്പർ നമുക്ക് താഴെ കൊടുക്കാമല്ലോ. നമ്മുടെ ഈ വീഡിയോയുടെ നമ്പർ താഴെ കൊടുത്തു കഴിഞ്ഞാൽ അത് കോൺടാക്ട് ചെയ്യാമല്ലോ. തീർച്ചയായിട്ടും. അപ്പോൾ ഇതിനായിട്ട് വിളിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നമ്പർ നമ്മൾ താഴെ കൊടുക്കാം, ഒന്ന് തരണം. ഓക്കെ. കസ്റ്റമർക്ക് ഡയറക്റ്റ് ആയിട്ട് ഞങ്ങൾ കമ്പനിയിൽ വരാം, കോഴിക്കോട് കമ്പനിയിൽ വരാം. അതുപോലെ തന്നെ ചാലക്കുടി ഷോറൂം ഉണ്ട്. അവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളെ ചെറിയ മോഡൽ മെഷീൻസ് എല്ലാം അവിടെ വന്ന് കാണാൻ പറ്റും. അപ്പോൾ ഓക്കെ, ശരി, താങ്ക്സ്.